നമസ്കാരം. രാഷ്ട്രീയം ഒരു ട്രിപ്പീസ് കളിയാണ്. ആ ട്രിപ്പീസ് കളിയിലൂടെ മാത്രമേ മുമ്പോട്ട് കടന്നു പോകാൻ പറ്റൂ. പക്ഷേ ഏത് നിമിഷവും കൈവിട്ട് നിലം പതിക്കാം. ഏതെങ്കിലും തരത്തിൽ ട്രിപ്പീസ് കളി വശമില്ലാത്തവർക്ക് രാഷ്ട്രീയത്തിൽ വിജയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴും വിരലിൽ എണ്ണാൻ കഴിയുന്ന നേതാക്കൾ മാത്രം ഉന്നത പദവിയിൽ എത്തിയത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയുമല്ലാതെ മറ്റൊരു നേതാവ് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? CPM-ൽ EMS നമ്പൂതിരിപ്പാടും EK നയനാരും VS അച്യുതാനന്ദനും ഒടുവിൽ പിണറായിയും വരെ ഈ ട്രിപ്പീസ് കളിയിലെ വൈദഗ്ധ്യം കൊണ്ട് ഉന്നത പദവിയിൽ എത്തിയവരാണ്. അത്തരമൊരു ട്രിപ്പീസ് കളിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് VD സതീശൻ. 2021 തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ VD സതീശൻ കേവലം MLA മാത്രമായിരുന്നു. ഒരിക്കൽ പോലും ഒരു മന്ത്രി പദവിയിൽ പോലും എത്തിയിട്ടില്ല. പക്ഷെ എന്നിട്ടും മാറുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ ട്രിപ്പീസ് കളി വശമുള്ളതുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായി. അന്നു മുതൽ 5 വർഷം തികച്ചും വ്യത്യസ്തമായ ട്രിപ്പീസ് കളികളിലൂടെ സതീശൻ തൻ്റെ ഇമേജ് നിലനിർത്തി. സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാവുമെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. സതീശനേക്കാൾ സീനിയറായ നേതാക്കളാണ് ചുറ്റുമെന്നോർക്കണം. ഉമ്മൻചാണ്ടിയോട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ട്രിപ്പീസ് കളിയിൽ ഏർപ്പെട്ട രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാവ് K സുധാകരൻ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ തുടങ്ങിയവർ മാത്രമല്ല, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന അന്തിമ തീരുമാനമെടുക്കുന്ന KC വേണുഗോപാൽ വരെയുള്ളവരോട് എതിരിട്ട് വേണം ഈ ട്രിപ്പീസ് കളിയിൽ മുമ്പോട്ട് പോകാൻ. സതീശൻ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോയി. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അസാധാരണമായ വിജയം സമ്മാനിച്ച് സതീശൻ കയ്യടി നേടി. ഏതു വിഷയത്തിലും ശക്തമായ നിലപാടെടുക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക, ആ നിലപാട് ശരിയാണെന്ന് തെളിയിക്കുക എന്നത് സതീശൻ്റെ പ്രവർത്തന രീതിയുടെ ഭാഗമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ കൂടെ കൂട്ടണമെന്ന് സകലരും ഒരുമിച്ച് പറഞ്ഞിട്ടും സതീശൻ വഴങ്ങിയില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സതീശനാണ് ശരിയെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പോഴിതായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നാടകീയമായി K സുധാകരൻ രംഗപ്രവേശം ചെയ്യുന്നു. സുധാകരനെ ഒതുക്കേണ്ട ഉത്തരവാദിത്തം സതീശൻ ഏറ്റെടുക്കുന്നു. സുധാകരൻ പാർട്ടി വിട്ടു പോയേക്കും, സുധാകരൻ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയുണ്ടാകും എന്ന് ഹൈക്കമാൻഡിന് പോലും തോന്നിയപ്പോഴും വഴങ്ങാതെ നിലപാടിൽ ഉറച്ചു നിന്ന് സുധാകരനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചു സതീശൻ. അസാധാരണമായ മെയ്വഴക്കത്തോടെ സതീശൻ വീണ്ടും മറ്റൊരു പൊൻകിരീടം കൂടി നേടിയിരിക്കുന്നു. അസാധാരണ നീക്കങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിച്ചത്. സതീശനും ചെന്നിത്തലയും മാത്രമല്ല, KC വേണുഗോപാലും തനിക്ക് താല്പര്യമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാൻ മുൻകൈയെടുത്തു. ഉറപ്പായും സീറ്റ് കിട്ടുമെന്നും ജയിച്ചാൽ മന്ത്രിയാകുമെന്നും കരുതിയിരുന്നവരെ പോലും അസാധാരണമായ നീക്കങ്ങളിലൂടെ പലരും വെട്ടിവീഴ്ത്തി. 2 പേരുകൾ മാത്രം ഓർക്കുക. ആദ്യത്തെ പേര് ജോസഫ് വാഴക്കൻ്റേതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സീനിയറായ നേതാവാണ് ജോസഫ് വാഴക്കൻ. രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ I ഗ്രൂപ്പിലെ രണ്ടാമൻ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനേക്കാൾ സീനിയർ. വാഴക്കന് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ആരും കരുതിയിരുന്നില്ല. വാഴക്കൻ മത്സരിക്കാൻ മുമ്പോട്ട് വെച്ചത് പീരിമേഡാണെങ്കിലും കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പ് നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് വാഴക്കനോട് ഏറ്റുമാനൂർ മത്സരിക്കാൻ പറഞ്ഞു. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ ചേർന്ന് ഏകപക്ഷീയമായാണ് വാഴക്കൻ്റെ പേര് നിർദ്ദേശിച്ചത്. കോട്ടയം ജില്ലയിലെ ഫോർമുല എങ്ങനെയായിരുന്നു? കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷ് എന്ന DCC പ്രസിഡന്റ് മത്സരിക്കണം. കാരണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നായർ സ്ഥാനാർത്ഥിയായ ജയരാജനാണ്. 2 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിച്ചാൽ ഹൈന്ദവ ഏകീകരണം ഉണ്ടാവുകയും ജയരാജൻ ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈഴവ കാൻഡിഡേറ്റായ നാട്ടകം സുരേഷ് ആയിരിക്കും മികച്ചത്. അലോഷ്യസ് സേവ്യർ എന്ന KSU പ്രസിഡന്റ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. ജോസഫ് വാഴക്കൻ ഏറ്റുമാനൂരിലും. ഈ 3 സീറ്റിലും ഏകപക്ഷീയമായി തീരുമാനമെടുത്താണ് AICCക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്. സാധാരണഗതിക്ക് ഒരു മണ്ഡലത്തിൽ തർക്കമില്ലെങ്കിൽ അവിടെ ഒപ്പിടുക ഉത്തരവാദിത്തം മാത്രമാണ് AICCക്കുള്ളത്. എന്നാൽ വാഴക്കനെ വെട്ടാൻ ചിലർ തീരുമാനിക്കുന്നു. അതിന് ഭാഗമായി കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണം എന്ന വാദം ഉയർത്തുന്നു. ജിജി അഞ്ചാനി എന്നു പേരുള്ള ഒരു നേതാവിന് വേണ്ടി പത്തനംതിട്ട MP ആന്റോ ആന്റണിയായിരുന്നു ഈ നീക്കം നടത്തിയത്. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥിയുടെ പേരുയർത്തി വിവാദമുണ്ടായതോടെ ഫോർമുലയിൽ മാറ്റം വരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണം എന്ന വാദമുന്നയിക്കുന്നു. ജിജി അഞ്ചാനിയെ പരിഗണിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നു. ക്രൈസ്തവ സ്ഥാനാർത്ഥി മതിയെങ്കിൽ ജിജി അഞ്ചാനിയേക്കാൾ മിടുക്കൻ റോണി K ബേബി എന്ന ആളാണെന്ന് കണ്ടെത്തുകയും റോണിക്ക് സീറ്റ് കിട്ടുകയും ചെയ്യുന്നു. ആ നീക്കത്തിൽ ജിജി അഞ്ചാനി വിജയിച്ചില്ലെങ്കിലും പണി കിട്ടിയത് വാഴക്കനാണ്. ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി കാഞ്ഞിരപ്പള്ളിയിൽ വന്നതോടെ
ഏറ്റുമാനൂരിൽ ഈഴവ സ്ഥാനാർത്ഥി വേണം എന്ന വാദം ഉയരുകയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പിന്തള്ളപ്പെട്ട നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ജോസഫ് വാഴയ്ക്കിന് കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് ജോസഫ് ഗ്രൂപ്പിനോട് ആ സീറ്റ് വാങ്ങിയെടുത്തതെന്ന് ഓർക്കണം. അവിടുത്തെ ക്നാനായ സഭയടക്കമുള്ളവർ ജോസഫ് വാഴയ്ക്കിനെ പിന്തുണച്ചതാണ്. പക്ഷേ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജോസഫ് വാഴയ്ക്കിന് ഒരിടത്തും സീറ്റില്ലാതാകുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 വർഷവും പ്രചരണം നടത്തിയ ഡോക്ടർ SS ലാലിൻ്റെ അവസ്ഥ ഓർക്കൂ. വർക്കലയിൽ സീറ്റുണ്ട് എന്ന് പറഞ്ഞ് ഒടുവിൽ കാലഹരണപ്പെട്ട വർക്കലക്കാരനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഇത്തരത്തിൽ നാടകീയമായ നീക്കങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്നത്. അവിടെയാണ് ഈ ട്രിപ്പീസ് കളിയിൽ മികവ് കാട്ടി VD സതീശൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. K സുധാകരനെ ഒതുക്കിയതോടെ വീണ്ടും VD സതീശൻ്റെ മാർക്കറ്റ് ഉയർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മത്സരത്തിൽ VD സതീശനെ വെട്ടാൻ ആരും ഉണ്ടാവില്ല എന്ന തോന്നൽ ശക്തമായിരിക്കുന്നു. പക്ഷേ ഡെമോക്രസിൻ്റെ വാളുപോലെ KC വേണുഗോപാൽ ഡൽഹിയിലുണ്ടെന്ന് പലരും മറക്കുന്നു. അതെങ്ങനെ ശരിയാവും? MP മാർ മത്സരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. MP മാർ തൽക്കാലം മത്സരിക്കുന്നില്ലെന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേണുഗോപാൽ മുമ്പ് തന്നെ മുൻകൂട്ടി ഇറക്കിയിരിക്കുന്ന ഇരിക്കൂർ MLA സജീവ് ജോസഫ് രാജിവെച്ച് അവിടേക്ക് വേണുഗോപാൽ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ്. ഏത് കുറ്റിച്ചിലിനെ പിടിച്ച് UDF സ്ഥാനാർത്ഥിയാക്കാനും ജയിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് ഇരിക്കൂറാണ് എന്ന് മറക്കരുത്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ഇരിക്കൂറിൽ സജീവ് ജോസഫിനെ ഒഴിവാക്കി ഉപതെരഞ്ഞെടുപ്പ് നടത്തി മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയത്തിലെ ട്രിപ്പീസ് കളിയിലെ അവസാനത്തെ വിജയി ഏറ്റവും ഭംഗിയായി കരുക്കൾ നീക്കുന്നവരാണ്. ഇവിടെ അധികാരവും ശക്തിയും സ്വാധീനവും KC വേണുഗോപാലിനാകുമ്പോൾ ഇതുവരെ കരുക്കൾ നീക്കി വിജയിച്ച് മുമ്പിലെത്തിയ VD സതീശൻ പിന്തള്ളപ്പെടാം.